തിരിയടേ തിരിക്കേ. ആ നിന്റെ അപ്പച്ചൻ ചവിട്ടും പഠിപ്പിച്ച് കൂടെ ഇരുത്തിക്കോളൂ. മുങ്ങിക്കളയില്ലല്ലോ. എന്റെ അപ്പന്റെ കണ്ണ് വെട്ടിച്ചോ. നിന്റെ അപ്പനെന്താ കണ്ണ? ഒന്ന് പോടാ അവിടുന്ന്. രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഏറിയാൽ ഒരു ദിവസം. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം എത്ര വേണമെങ്കിലും ചിലവാക്കാൻ ഡോക്ടർ. ഒന്ന് റെഫർ ചെയ്ത് അമേരിക്കയിലോ ലണ്ടനിലോ ചെക്കോസ്ലാവാക്കിയാലോ കൊണ്ടുപോയി ചികിത്സിക്കാം. പ്ലെയിനില്. നിങ്ങൾ കാറടിച്ചതുകൊണ്ടുള്ള പ്രശ്നമല്ല ഇത്. ഇതൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആണ്. അത് നിങ്ങളുടെ കാറിന് മുമ്പിൽ സംഭവിച്ചെന്ന് മാത്രം. വയസ്സ് 19-25 ആയില്ലേ? ഇനി പ്രയാസമാണ്. ബില്ല് 10-15 ആയിരിക്കില്ലേ? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പണം. സോറി ജെന്റിൽമാൻ, ബില്ല് ഓൾറെഡി അദ്ദേഹത്തിന്റെ മകൻ പേ ചെയ്ത് കഴിഞ്ഞു. ബൈ ദ ബൈ, നിങ്ങളെ കാണാൻ കാർന്നോരുടെ മകൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ മനഃപൂർവ്വം തട്ടുകയല്ല സാർ. അപ്പം ഗോഡ്, ഡോക്ടർ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാമോ? നോ നോ നോ, വെരി സോറി. അല്ല, ഇനിയിപ്പോ അടിയോ മറ്റോ തരാനായിരിക്കും. ഉണ്ടാടാ, റിസപ്ഷൻ ഇങ്ങോട്ട് ഇതിലേ വാ. ആരാടാ? ഏതാ പാർട്ടി? ആ കാലിവിടുന്ന് കളിച്ചേ. എന്റെ പേര് വാറുണ്ണി, വീട് തൃശ്ശൂര് കാണിപ്പേരാ. മാഷുമാരല്ല എന്റെ തണ്ടാരി ഇടിച്ച് കിടപ്പിലാക്കിയത്. അതിന്റെ ഒരു നന്ദി എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദിയോ? അതെ, താങ്ക്സ്. ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുക ഇന്ന് രാത്രി കഴിയില്ലെന്ന്. നിര്യാതരായി കോളം എക്സ്പ്രസിന് ഇപ്പൊ അങ്ങോട്ട് ബുക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാഷുമാർക്ക് മനസ്സിലായില്ലല്ലേ? എന്നാ കേട്ടോളൂ. ഇവിടെ ഇപ്പൊ ചായം കിടക്കണ എന്റെ തണ്ടപ്പടി പാലുക്കാരൻ ചാക്കുണ്ണി ഊത്ത പണക്കാരനാ. ഒരു സ്വർണ്ണക്കട, അടക്ക കച്ചവടം, പിന്നൊരു പ്രസ്സും. 50 ലക്ഷം രൂപയുടെ സ്വത്താ കളവന്. വയസ്സാം കാലത്ത് കിളവനുണ്ടായ ഒറ്റ മോനാണ് ഞാൻ. എനിക്ക് വയസ്സ് 32 എനിക്കുണ്ടാവില്ലേ മാഷെ മോഹങ്ങളും ആഗ്രഹങ്ങളും? പിശുക്കാൻ തന്ന ഒറ്റ കാശ് എന്റെ കൈയോട് ഓടിയിക്കില്ല. ഈ തണ്ടയൊന്ന് വടിയാകാൻ ഞാൻ ദിവസവും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങൾ ആ ദൈവങ്ങള്. നന്ദി മാത്രം പറഞ്ഞാ എനിക്ക് സമാധാനാവില്ല. ഇത് മാഷുമാര് വാങ്ങണം. എന്റെ സന്തോഷത്തിന് എന്താ ഒരു പ്രസന്റേഷൻ. അധികമൊന്നുമില്ല, ഒരു 25,000 രൂപ. മോളെ, മോളെ, എന്താ പപ്പ? നമ്മൾ കൊടുത്ത കൊട്ടേഷൻ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നേരെ പപ്പ? ഗ്ലോബൽ ടെൻഡർ നമുക്ക് കിട്ടി. ഐ എം സോ ഹാപ്പി. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം, എന്റെ മോളുടെ ഭാഗ്യവും. എല്ലാ സ്റ്റാഫിനും സ്വീറ്റ്സ്. ഓക്കെ. ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് ഗെറ്റ് ടുഗദർ. എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തൊക്കെ. ഓക്കെ. സ്വാമി, കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തത് സ്വാമിയാണ്. ആമാ, സ്വാമിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഓക്കെ. താങ്ക് യു സാർ. ഭയങ്കര കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയിരുന്നു. ഐ എം സോ ഹാപ്പി. അപ്പോ എനിക്കെന്താ സമ്മാനം തരാം? ചക്കരക്കുട്ടൻ എന്ത് വേണം പറഞ്ഞോളൂ. പപ്പ നല്ല മൂടില്ല. അത് ഞാൻ പറയട്ടെ. ഞാൻ പറയും. അവന്റെ ഒടുക്കത്തെ ഒരു ശൃംഗാരം. പിന്നെ തൽക്കാലം ഞങ്ങളെ ഈ മാരണത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാ മതി. ഹലോ, അതെ, ഞാൻ തന്നെ. ചിത്രം അയ്യോ വട്ട് പിടിച്ചോ? ടെൻഡർ കിട്ടിയ സ്ഥിതിക്ക് ശത്രുക്കൾ ഇനി വെറുതെ ഇരിക്കില്ല. കാളി എത്തിയാൽ ഷെവലിയരെ കൊല്ലുമെന്നുള്ള ഉറപ്പാണ്. എന്നെ വേണ്ട സെക്യൂരിറ്റി കൊടുത്താലോ? ഏത് സെക്യൂരിറ്റിയെയും മറികടക്കാനുള്ള സാമർഥ്യം കാളിക്കുണ്ട്. അവന്റെ തലയ്ക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇഗ്നേഷ്യസ് പുറത്തിറങ്ങണ്ട. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഈ സാഹചര്യത്തിൽ ഷെവലിയർ ഒരു പാർട്ടി നടത്തുന്നത് പോലും അപകടമാണ്. പറഞ്ഞു നോക്കാം. സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇഗ്നേഷ്യസ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ശരി, നമുക്ക് കാലത്ത് പോവാം. ഞാൻ ഇറങ്ങട്ടെ, അവർ കാത്തിരിക്കും. പോയി ഇറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഹലോ മൈ ഡിയർ ബോയ്, വരണം വരണം. കൺഗ്രാചുലേഷൻ സാർ. താങ്ക് യു. ടെൻഡർ കിട്ടിയ കാര്യം മോന് പറഞ്ഞിരിക്കും. ഇതാരാ? സാറിന് അറിയാവുന്ന ആളാ. എവിടെയോ കണ്ടു മറന്ന പോലെയുണ്ട്. 2 വർഷം മുമ്പ് ബോംബെയിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ചത് സാറാണ്. ഓ യാ യാ, ഞാൻ ഓർക്കുന്നു. പേര് മറന്നുപോയി. ഇഗ്നേഷ്യസ്. ഇഗ്നീഷ്യസ്. ബോംബെയില് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നല്ലോ. ഇപ്പോഴും അവിടെ തന്നെയാണോ? അത് പപ്പ, ഇയാളാണ് സ്ട്രേഞ്ചർ, പപ്പയെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ. ശരിയാണ്. സാറിനെ തിരിച്ചറിഞ്ഞ നിമിഷം ഇഗ്നേഷ്യസ് പിന്മാറി. സാറിനോട് ക്ഷമിക്കണം. വരാനിരിക്കുന്ന വലിയൊരാപത്തിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇപ്പോ വന്നത്. ആപത്തോ? ബോംബെയിലെ നന്ദലാൽ സേട്ട് സാറിനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്നും പിന്മാറിയതുകൊണ്ട് തീർച്ചയായും മറ്റൊരാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. ആരാ? കാളി. കാളി? അതെ, കാളിദാസ്, അവരുടെ ലീഡർ. സാറ് നടത്താനിരിക്കുന്ന ഗെറ്റുഗതർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു പബ്ലിക് അപ്പിയറൻസ് ഈ സമയത്ത് വേണ്ടെന്നാണ്. നോ, അത് ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. പപ്പ പ്ലീസ് പപ്പ. മോളെ, എന്റെയും നമ്മുടെ സ്റ്റാഫിന്റെയും മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ടെൻഡർ. ഈ ഗെറ്റ് ടുഗദർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ ജെന്റിൽമാൻ, സീ യു ലേറ്റർ. മോളെ, കാപ്പി കൊടുക്ക. കാശ് കിട്ടിയ സന്തോഷം ഉണ്ടാവുന്ന കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശ് കിട്ടിയപ്പോഴോ ടെൻഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അർത്ഥത്തിൽ സുഖ. ഒരുത്തനാണ് ഷെവലിയറിന്റെ പെണ്ണ്, വേറൊരുത്തനാണ് ഇടിച്ചോടി. അതൊക്കെ ഓരോരുത്തരുടെ യോയോടെ എനിക്ക് മൃദുല വികാരങ്ങൾ കൊണ്ടൊന്ന് ഓർക്കണം. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അവനെ നിരുത്സാഹപ്പെടുത്താതെ. അളിയന് മരുന്നുണ്ട്. ഒന്ന് അന്തി മയങ്ങിക്കോട്ടെ. വഴിയുണ്ടാക്കാം. കളിയാ വഴിയുണ്ടാക്കാം. ഞാൻ പറഞ്ഞ ചെക്കൻ എന്താണ് കുറവ്? ചെവിയില്ലേ, മൂക്കില്ലേ, വായില് നല്ല പല്ലില്ലേ? എന്റെ ചിത്രത്തിന് എന്താ ഒരു കുറവ്? കാസറ്റ് പടി എന്താ അന്തസ്സുള്ള ജോലിയല്ലേ? അവന്റെ ഒരു അന്തസ്. ആ പണിയുടെ ക്രമമര്യാദയും കൊണ്ടല്ലേ കുറച്ചാൽ അവൻ മൂക്കും പൊത്തി നടന്നത്. കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ണുമെടുക്കുമ്പോ മായ്ക്കും, പുതിയത് കേറ്റും. എനിക്ക് എന്റെ ചിത്രേട്ടൻ മതി. ചിത്രേട്ടൻ അവൻ നാട് വിട്ട് കാണുമടി. അവനെ പെസ്റ്റ് ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഭരണാറി കളർ പടമായി നടക്കുന്ന എംബോഗി, അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പടമാക്കും. അന്ന് ഞാനും ചാകും. നിങ്ങളല്ല, വന്നോ രണ്ടിനെ വെട്ടി നുറുക്കിക്കളയും ഞാൻ. അതുപോലെ പല സീൻസ് ഉള്ള കാസറ്റുകളും എന്റെ ഉണ്ട്. കാണണോ? എന്താണ് ഭാഷ പറഞ്ഞത്? ഭയം അറിയുന്നോ? നീ ഇന്നെ ഇനി മേലാ ലോകയെ പറിച്ച് ഇങ്ങോട്ട് കയറി വരരുത്. എനിക്ക് നാട്ടുകാരെ പേടിക്കണം. എന്റെ പെങ്ങടെ മാനം കരുതാതെ കടന്നു പോ. ഞാനിപ്പോ കടന്നു പോയാ നിന്റെ പെങ്ങടെ മാനം പൂമാനമായി പോകും. കടന്ന് പാട്ടാ. എടാ രണ്ടും കിട്ടവനെ, നീ അധികം ഞെളിയരുത്. ഞാനിപ്പോ ഇവിടെ നിന്റെ മുമ്പിൽ വെച്ചേ ഒന്നും ചെയ്യില്ല. മിസ്റ്റർ ചിത്രാംഗസ്, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്ന് മനസ്സിലുണ്ടെങ്കിൽ താമരക്കുട്ടി, നിന്നിഷ്ടം എന്നിഷ്ടം. അളിയനെ 1-2 ദിവസം കാണാതിരുന്നപ്പോ ഈ കാസറ്റ് എറക്ഷൻ ചെയ്യുന്നത് പോലെ, എറക്ഷൻ അല്ലേ ഇറേസ്, അതുപോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും വായിച്ചു കളഞ്ഞിരിക്കുമ്പോ ഒന്ന് കരുതിപ്പോയി. അത് അളിയന്റെ വിവരക്കേട്. ഇതെന്റെ മാസ്റ്റർ പ്രിന്റാണ് അളിയ. ഞാനത് ഇറേസ് ചെയ്യൂ. പിന്നെ പൈറസി ഇറങ്ങാതെ അളിയനും കൂടെ നോക്കിക്കോണം. ഞങ്ങൾക്ക് സ്വന്തം ജോലിയുണ്ട്. അളിയൻ ഓ ആ വാതിലും കൂടെ ചാരിയല്ലേ. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നേരെയല്ലേ